ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് UDF. തെരഞ്ഞെടുപ്പ് ഫലം 2026-ലെ ഉജ്ജ്വല വിജയത്തിലേക്കുള്ള തുടക്കമാകുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. UDFിൻ്റെ കലാശക്കൊട്ട് നിലമ്പൂർ ടൗണിൽ ആവേശക്കടലായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ നിലമ്പൂർ ടൗൺ ആവേശക്കടലായി മാറുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് പരസ്യപ്രചാരണത്തിന് അനുമതിയുള്ളത്. സ്ഥാനാർത്ഥികളും നേതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശമായ രീതിയിലുള്ള പ്രചരണമാണ് CPM-ഉം LDF-ഉം നടത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രിയും LDF നേതാക്കളും ശ്രമിച്ചത്. ആ വർഗീയത നിലമ്പൂരിന്റെ മണ്ണിൽ വില പോകില്ല എന്നും UDF നേതാക്കൾ ഉറച്ചു പറയുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.